സുധി വായും പൊളിച്ച് നിൽക്കാണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വേടാ. രജീഷേ വേഗം എടുത്തോട്. ആ സൈഡിലേക്ക് വെക്കേ. നിങ്ങൾ ഇറക്കിയിട്ട് അങ്ങ് പൊക്കോ, ഞാൻ വന്നേക്കാം. കൊള്ളാവുന്ന പാർട്ടിയാണല്ലോ. മുറ്റത്ത് കാറൊക്കെ കണ്ടില്ലേ? എന്റെ വീടായതുകൊണ്ട് പറയല്ല, ഇവിടെ താമസിച്ച 50 കുടുംബങ്ങളും ഐശ്വര്യത്തോടു കൂടിയാ തിരിച്ചു പോയത്. സാർ 51ാമത്തെ ആളാ. ഈ സകല ഐശ്വര്യത്തിനും കാരണം എന്താ? ആ ഇരിക്കുന്ന ഫോട്ടോയാ. സാറ് തന്നെ ഇവരിനി എത്ര നാളുണ്ടാവുമോ? അത് നമ്മൾ തീരുമാനിക്കും. ആ വീട് സ്ഥലവും സജീവന്റെ കയ്യിലിരിക്കും. കൂടി വന്ന ഒരാഴ്ച. എന്നാ പിന്നെ നീ നിന്റെ പണി തുടങ്ങി. പുതിയ താമസക്കാരല്ലേ? ആ അതെ. എന്ത് ചെയ്യാം? ഡാൻസ് ടീച്ചറാ കലാമണ്ഡലത്തിൽ. ഞാനും ചെറുതിൽ ഡാൻസ് ഒക്കെ പഠിച്ചതാ. പക്ഷെ കല്യാണം കഴിഞ്ഞവരോട് ആട്ടമില്ല പാട്ടുമില്ല. ഇപ്പൊ ഭർത്താവിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നു. കർമ്മഫലം അല്ല എന്ത് പറയാനോ. ഇതേതാ അമ്മാവൻ? അയ്യോ അത് അമ്മാവനല്ല, എന്റെ അച്ഛനാ, റിട്ടയർഡ് ജഡ്ജിയാ. അപ്പൊ കൊറേ പേര് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏയ്, അച്ഛൻ കുടുംബ കോടതിയിലെ ജഡ്ജിയായിരുന്നു. അപ്പം എല്ലാം അറിഞ്ഞും കൊണ്ടാണ് ഇത് എടുത്തത്. എന്ത്? ഈ വീടേ എന്താ കുഴപ്പം? എല്ലാം ഈ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു. ഒച്ചപ്പാടും ബഹളെല്ലാം രാത്രി. അത് വല്ല എലി ശല്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും അത്ര വലിയ വിശ്വാസവും ഇല്ല. കയ്യിൽ നിന്ന് പോയി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ ചെല്ലു ചെല്ലു ചെല്ലു. തമ്പുരാട്ടി ഇവളെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ ഇവിടെ വിചാരം എന്നാ? എന്തായടാ നിങ്ങൾ പറഞ്ഞൊന്നും ഏറ്റില്ല മനുഷ്യ. എന്നാ മോള് പോയി റെസ്റ്റ് എടുക്കാം, ഞാൻ പോയി നോക്കാം. ഇതിലേക്കായി കൊമ്പന്മാർ ഓടിച്ചിട്ടുള്ള എന്റെ സജീവം. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് സാറിനെ കൂടി ഞാൻ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ വരുന്ന ശനിയാഴ്ച അതിൻ്റെ പൊതുയോഗവും പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് അതങ്ങ് നടത്താൻ തീരുമാനിച്ചേക്കുക. ആ ഇവിടെ അല്ലേ? അപ്പോൾ സാറിൻ്റെ സജീവമായ ഒരു സാന്നിധ്യം ഉണ്ടാവണം. അത് മതി. കഴിഞ്ഞ 3 വർഷമായിട്ടും ഈ ഉത്തമൻ തന്നെയാണ് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ്. ഉത്തമൻ രാജിവെക്കണം. ഉത്തമ സാറിന് എന്താ കുഴപ്പം? പല നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടില്ലേ? അതിവിടെ അസോസിയേഷനിൽ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ +2 പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കൊച്ചിന്റെ ഫ്ലക്സ് അടിച്ചു മാറ്റി താൻ തന്റെ പട്ടിക്കൂടി കെട്ടിയിടും. എടാ സജീവ, നീ നമ്മുടെ ബൈലോയുടെ 26ാമത്തെ പേജ് നീ വായിച്ചിട്ടുണ്ടോ? എടാ സഹജീവികളെ സംരക്ഷിക്കണമെന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ അതിലെഴുതി വെച്ചേക്കണേ. പട്ടി ഒരു ജീവിയല്ലടാ. ഉത്തമൻ രാജിവെക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഉത്തമൻ രാജിവെക്കണം. ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. ചട്ടിയും കലോ ആകുമ്പോ തട്ടിയും മുട്ടിയിരിക്കും. ഈ ഭരണം തുടരും.